ഹായ് ഫ്രണ്ട്സ്, ടോട്ടൽ തിയേറ്ററിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏഷ്യയിലെ ആദ്യത്തെ കോൺക്രീറ്റ് പാലത്തിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. എറണാകുളം ജില്ലയിലെ മനോഹരമായ മൂവാറ്റുപുഴ പട്ടണത്തിലാണ് ഏഷ്യയിലെ ആദ്യത്തെ കോൺക്രീറ്റ് പാലം സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം നഗരത്തിൽ നിന്നും 36 കിലോമീറ്റർ ദൂരത്താണ് മൂവാറ്റുപുഴ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. 3 പുഴകൾ സംഗമിക്കുന്നത് കൊണ്ടാണ് ഈ പ്രദേശത്തിന് മൂവാറ്റുപുഴ എന്ന പേര് കിട്ടിയത്. ഇവിടെ സംഗമിക്കുന്ന നദികളാണ് തൊടുപുഴയാറ്, കാളിയാറ്, കോതയാറ് എന്നിവ. വൈക്കത്ത് വെച്ച് വേമ്പനാട്ട് കായലിലേക്കാണ് മൂവാറ്റുപുഴയാറ് പതിക്കുന്നത്. ഈ പാലത്തിൻ്റെ നീളം 105 മീറ്ററും വീതി 4.55 മീറ്ററുമാണ്. ആയിരത്തി 1914 ശ്രീമൂലം തിരുനാൾ രാമവർമ്മ മഹാരാജാവിൻ്റെ ഭരണകാലത്താണ് മൂവാറ്റുപുഴ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. ബ്രിട്ടീഷ് എഞ്ചിനീയർ VH എമറാൾഡിൻ്റെ മേൽനോട്ടത്തിലാണ് ഈ പാലം നിർമ്മിച്ചത്. മൂവാറ്റുപുഴ നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളായ കച്ചേരിത്താഴത്തെയും വെള്ളൂർകുന്നത്തെയുമാണ് ഈ പാലം ബന്ധിപ്പിക്കുന്നത്. ആയിരത്തി 1750 അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ വടക്കുംകൂർ പിടിച്ചെടുത്തതോടെയാണ് മൂവാറ്റുപുഴ തിരുവിതാംകൂറിന്റെ ഭാഗമായത്. സ്വാതന്ത്ര്യത്തിന് ശേഷം തിരുക്കൊച്ചി സംസ്ഥാനത്തിലെ കോട്ടയം ജില്ലയുടെ ഭാഗമായി പിന്നീട് മൂവാറ്റുപുഴ. കേരള സംസ്ഥാനം നിലവിൽ വന്നതിന് ശേഷം 1958 ഏപ്രിൽ 1 എറണാകുളം ജില്ല രൂപീകരിച്ചപ്പോൾ മൂവാറ്റുപുഴ പ്രദേശങ്ങൾ എറണാകുളം ജില്ലയുടെ ഭാഗമായി മാറി. 19-ാം നൂറ്റാണ്ടിൽ മൂവാറ്റുപുഴ നിരവധി ഭരണപരിഷ്കാരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഇംഗ്ലീഷുകാരനായ ജോൺ മൺറോയായിരുന്നു ഈ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിലെ റെസിഡന്റ് ദിവാൻ. VH എമറാൾഡിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഈ കോൺക്രീറ്റ് പാലത്തിൻ്റെ ബലത്തിൽ നാട്ടുകാർക്ക് സംശയമുണ്ടായിരുന്നു. പാലത്തിൻ്റെ ബലം ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനായി ഉദ്ഘാടന ദിവസം 15 ആനകളെ പാലത്തിന് മുകളിലൂടെ ഒരുമിച്ച് നടത്തിയിട്ട് ബ്രിട്ടീഷ് എഞ്ചിനീയറും ഭാര്യയും ഒരു ബോട്ടിൽ മൂവാറ്റുപുഴ പാലത്തിൻ്റെ താഴെ നിന്നു. പാലത്തിൻ്റെ ബലം മനസ്സിലാക്കിയ മൂവാറ്റുപുഴ നിവാസികൾ ഈ പാലത്തിൽ കയറാൻ തിക്കും തിരക്കും കൂട്ടിയതായി പിന്നീട് എഞ്ചിനീയർ എമറാൾഡ് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ഡയറിയിൽ കുറിച്ചിട്ടുണ്ട്. സെമി സസ്പെൻഷൻ സാങ്കേതിക വിദ്യയിലുള്ള 3 കമാനങ്ങൾ ഈ പാലത്തിനുണ്ട്. പാലത്തിൻ്റെ നിർമ്മാണത്തിനുള്ള ഇരുമ്പ് ദണ്ടുകളും സിമൻറ്റും ഇംഗ്ലണ്ടിൽ നിന്നാണ് ഇറക്കുമതി ചെയ്തത്. പായിപ്ര കുന്നുകളിൽ നിന്നാണ് ശക്തമായ ഗ്രാനൈറ്റ് കല്ലുകൾ ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിനായി കൊണ്ടുവന്നത്. നിർമ്മാണത്തിനാവശ്യമായ സുർക്കിയും കോൺക്രീറ്റും നിർമ്മിച്ചത് കൊച്ചങ്ങാടിയിലായിരുന്നു. പാലത്തിൻ്റെ നിർമ്മാണ ചെലവ് കുതിച്ചുയർന്നപ്പോൾ മൂവാറ്റുപുഴ പാലം പണിത് സ്വർണം കണ്ടാണോ എന്ന് മഹാരാജാവ് പരിഹാസത്തോടെ ചോദിച്ചതായി പറയപ്പെടുന്നു. ഈ പാലത്തിന് ഇപ്പോൾ 110 വയസ്സുണ്ട്. അതിപ്പോഴും 20കാരനായ ആൺകുട്ടിയെപ്പോലെ കരുത്തനായി നിൽക്കുന്നു. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.